ബാലരാമപുരത്ത് കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ മുൻവൈരാഗ്യത്തിനൊപ്പം അന്ധവിശ്വാസവും. പ്രതി ഹരികുമാറും 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീജയും തലമുണ്ടനം ചെയ്തത് ആത്മീയ ആചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്ന് എന്ന് പോലീസ്. കരിക്കകം സ്വദേശിയായ ആത്മീയ ആചാര്യനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിവരം. കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മുത്തശ്ശിയെയും സഹോദരിയുടെയും മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, കഴിഞ്ഞ ദിവസം തന്നെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇവർ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല, അതിനപ്പുറത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയല്ലേ? കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് എത്തുന്ന പശ്ചാത്തലമല്ലേ ഇപ്പോൾ? കരിക്കകത്തെ ആത്മീയ ആചാര്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ സാന്നിധ്യം ദിവസങ്ങളായി ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണോ? ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ചില അന്ധവിശ്വാസങ്ങളിലേക്ക് ഈ കുടുംബം എത്തിയത് എന്നുള്ളതാണോ? ഹരികുമാർ പറഞ്ഞ നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ പ്രതിപാദിച്ചിരുന്ന മുൻവൈരാഗ്യത്തിനപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അതിനിടയിൽ ഇന്നലെ രാത്രി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീധവും അമ്മാവൻ ഹരികുമാറും തലമുണ്ടനം ചെയ്തതെന്നും ഈ ആത്മീയാചാര്യൻ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പല ആചാരങ്ങളും ഈ വീട്ടിൽ നടത്തിയിരുന്നതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ആത്മീയാചാര്യൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഇത്രയധികം ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് വരാനിടയായ പശ്ചാത്തലത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതി വിശദമായ ചോദ്യം ചെയ്യലിൽ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ മുൻവൈരാഗ്യമാണ്, അല്ലെങ്കിൽ തന്റെ ചില ആവശ്യങ്ങൾക്ക് മുമ്പിൽ സഹോദരി നിന്നു തരാതിരുന്നതാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിൽ നൽകിയ മൊഴിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. ഇതുമായി ബന്ധിപ്പിക്കുന്ന ചില വാട്സാപ്പ് ചാറ്റുകൾ അടക്കം പോലീസിന് ലഭ്യമാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിൽ ഈ മൊഴിയിലുണ്ടായ വൈരുദ്ധ്യത്തെ തുടർന്ന് ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ കരിക്കകം സ്വദേശിയായ ആത്മീയാചാര്യനും ആത്മീയാചാര്യനുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൽ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ദിശയിലേക്ക് കൂടി അന്വേഷണം വഴിമാറുന്നത്. ഈ ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തലമുണ്ടനം ചെയ്ത് ഈ കുറച്ചധിക നാളുകളായി അദ്ദേഹം നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇവർ കുടുംബത്തിൽ അനുഷ്ഠിച്ചു വന്നിരുന്നത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇതാരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വ്യാപകമായി പുരോഗമിക്കുകയാണ്. അതോടൊപ്പം എത്ര നാളായി ഈ ആചാര്യന് ഈ കുടുംബവുമായി ഇങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നു, ഇയാൾക്ക് ഈ സംഭവത്തിൽ പരോക്ഷമായി എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം തുടരുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അല്പസമയത്തിനകം റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയേക്കാം. നിലവിൽ ഈ ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും അതോടൊപ്പം തന്നെ മുത്തശ്ശിയുടെ സഹോദരനെയും അവരോടൊപ്പമാണ് ഈ മൂത്ത മകൾ കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്. ഈ മുത്തശ്ശിയിൽ നിന്നും ഈ ദേവേന്ദുവിന്റെ മൂത്ത സഹോദരിൽ നിന്നുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഈ ആത്മീയാചാര്യൻ, ഇയാൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയാചാര്യൻ ഇവർക്ക് വീട് പണിയാൻ ലോൺ അടക്കം എടുത്തു വെച്ചിരുന്ന പണം തട്ടിയെടുക്കുന്നു. ഇവരിൽ ഇയാൾ അന്ധമായി വിശ്വസിക്കുന്നു. തുടർന്ന് ഇയാളുടെ നിർദ്ദേശപ്രകാരം പല പ്രവർത്തികളും നടത്തുന്നു. ഒപ്പം മുൻവൈരാഗ്യവും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ കൊലപാതകത്തിലുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഡാൻ മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടിയുടെ അമ്മയെ കൂടി ഇതിൽ പ്രതിയേർക്കാനുള്ള തെളിവുകൾ പോലീസിന് സ്വാഭാവികമായും ലഭിച്ചു കാണുമല്ലോ. അവരുടെ പങ്കാളിത്തം കൂടി ഈ കൊലപാതകത്തിലുണ്ട് എന്ന കാര്യത്തിലും പോലീസിന് ചില നിശ്ചയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. തിടുക്കത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാതിരുന്നത് വിശദമായ പരിശോധന നടത്തി ഈ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം മാത്രം ഈ ശ്രീധുവിനെതിരെ അങ്ങനെ ഒരു നടപടി മതി എന്നൊരു വിലയിരുത്തലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ കുട്ടിയുടെ മൃതദേഹം ഈ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്ന സമയത്ത് തന്നെ വീടിനുള്ളിലുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചടക്കം വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. സമാന്തരമായിട്ടായിരുന്നു ഈ അന്വേഷണം നടക്കുന്നത്. അതിനിടയിലാണ്
വീടിനുള്ളിൽ ചില സംശയമുളവാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ ഈ ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് ഈ വീട്ടിൽ കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ സാന്നിധ്യം, ഇയാൾ നിർദ്ദേശിച്ചതനുസരിച്ച് ഇവർ ചില പ്രവർത്തികൾ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്നാണ് ഈ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി വൈകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായതിനാൽ ശ്രീധുവിനെ പൂജപ്പുരയിലുള്ള മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഇവിടെ തിരികെ എത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയയാക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച ദുരൂഹതകൾ മറനീക്കും. ഈ ആത്മീയാചാര്യൻ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ മുൻവൈരാഗ്യം എന്ന് ഹരികുമാർ മണിക്കൂറുകൾ നീണ്ട കുറ്റസമ്മതത്തിൽ നടത്തിയ കാര്യത്തിനപ്പുറത്തേക്ക് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റ് സാഹചര്യങ്ങളിലേക്ക് കൂടി വിശദമായ അന്വേഷണം കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും വലിയ പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും അന്വേഷണത്തിലൊക്കെ മാറ്റങ്ങൾ കൂടി വന്നേക്കാം. കാരണം ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു കഥാപാത്രം കൂടി ഈ കേസിൽ കടന്നു വരുന്നു. അത് കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ്. തട്ടിപ്പുകാരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അല്ലെങ്കിൽ ഈ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഈ കുടുംബത്തെ ഇയാൾ കൊണ്ട് എത്തിക്കില്ലല്ലോ. അങ്ങനെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി ലഭ്യമാകുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന്റെ ഗതി മാറുകയാണ്. പുതിയ തെളിവുകൾ കടന്നു വരികയാണ്. പോലീസിന് കൂടുതൽ കൃത്യമായ തെളിവുകൾ ഈ സംഭവത്തിൽ കിട്ടുകയുമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.